അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട്. ജിമ്മിന് പോകാനായിട്ട് തടിച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിയട്ടെ അല്ലേ. പിള്ളേർ രാവിലെ ഇതാ പഠിക്കാൻ എണിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്കറിയാം. എൻ്റെ മുഖമൊക്കെ തടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യണു. അയ്യോ പഠിച്ചോനെ, ഒരു 1 വീക്കായി ഞാൻ പോയിട്ട്. അതങ്ങനെ തന്നെയാ, കഴിച്ച അപ്പം കാണും. ഇത്രയൊക്കെ നമ്മൾ വീട്ടിലെ പണികളൊന്നും എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ചില ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ എഫക്റ്റ് ആവുള്ളൂ, അല്ലാത്തവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും തന്നെ ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ കുട്ടികളുടെ പാല് വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കുട്ടികളുടെ എന്താ പറയുക ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഇപ്പം തന്നെ വ്ളോഗ് ലൈക്ക് ചെയ്യുക. ഇന്നലത്തെ വ്ളോഗ് അധികം ആരും കണ്ടിട്ടില്ല, ഒത്തിരി കഷ്ടപ്പെട്ട് എടുത്ത വ്ളോഗാണ്. പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഒരു ദിവസം തന്നെ ഞാൻ എൻ്റെ 2 വ്ളോഗ് കാണണമെന്നൊന്നും പറയില്ല കേട്ടോ. ഇതെന്നെ ഫുള്ളായിട്ട് കാണണമെന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും കാണാൻ ഇഷ്ടമുള്ളവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും കമൻറ്റ് ഇടുക. ഒന്നും കമൻറ്റ് ഇല്ല എങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. അപ്പോൾ കാറ്റിന് ഓപ്പോസിറ്റ് അടിച്ചു വാരി ഒന്നും നടക്കൂല. എവിടേക്കാണ് കാറ്റ് വീശുന്നത് അതിന് അനുകൂലമായിട്ടാണ് ഞാൻ അടിച്ചു വാരുന്നത് കേട്ടോ. ഓരോ ഭാഗത്തും അങ്ങനെയാണ്. അതുപോലെ ഓരോ ഭാഗത്ത് ഇച്ചിരി കൂട്ടിയെടുത്തിട്ട് ഇലകൾ അപ്പം തന്നെ മുറത്തിൽ കോരി എടുത്ത് കളയേണ്ട ഒരവസ്ഥയാണ്. അത്രയും കാറ്റാണ് നമ്മുടെ ഇവിടെ. കാലൊക്കെ വിണ്ട് കീറുന്നുണ്ട്, കാലിൻ്റെ അടിയൊക്കെ. ഈ ഒരു സീസൺ വന്നാൽ ഞാൻ ഷൂ ഇടുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഷൂ ഇട്ടിട്ടില്ല. പണ്ട് എൻ്റെ വ്ളോഗിൽ ഞാൻ ഉള്ളിൽ എപ്പോഴും ഷൂ ഇട്ട് നടക്കണേന് കുറേ പേര് ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഷൂ ഇട്ട് നടക്കുന്നതെന്നും പറഞ്ഞിട്ട്. നമ്മുടെ ഈ കട്ടില് ഗോഡൗൺ ആയിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും അതിൽ കൊണ്ടുപോയി നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടാക്കി ഇനി ഈ ഒരു സൈഡിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ പൊടിയാണ് കേട്ടോ ഉള്ളത്, ഭയങ്കര പൊടിയാണ്. പൊടിക്കാറ്റാണോ വീശുന്നത്? നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇനി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകണം. ഞാനൊരു 1 വീക്ക് കഴിഞ്ഞു, 1 or 2 വീക്കൊക്കെ കഴിഞ്ഞു തോന്നുന്നു ഇവിടെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട്. അങ്ങനെ ഈ ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു സൈഡിലോട്ടും ആക്കും. അതിന് ശേഷം നമുക്ക് ആ മണ്ണേരിയല്ലേ അവിടെ ഒന്ന് അടിച്ചു വാരി എടുക്കണം കേട്ടോ. അവിടെ നിറയെ ഇലകളുണ്ട്. കാറ്റ് കാരണം എനിക്കിപ്പോൾ അങ്ങനെ അടിക്കാൻ പറ്റാറില്ല. എത്ര അടിച്ചാലും നമ്മുടെ സമയം വെറുതെ പോവാന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഓരോ പാർട്ടായിട്ട് ഇച്ചിരി അടിച്ചു വാരുന്നു. കംപ്ലീറ്റ് ഒന്നും നിൽക്കുന്നില്ല. കാറ്റ് ഓവറായിട്ട് വീശി കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സൊക്കെ പറക്കണ കണ്ടില്ലേ, അത്രയും കാറ്റാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെന്താണ് വിശേഷം? എൻ്റെ അവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വാക്കിങ്ങിനൊക്കെ പോയാൽ രാവിലെ മഞ്ഞൊക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മഞ്ഞൊന്നും എനിക്ക് കാണാൻ പറ്റാറില്ല. ഇനിയിപ്പോൾ ആ നേരത്ത് പണ്ട് വാക്കിങ്ങിന് പോണ സമയത്ത് കണ്ടിരുന്നു. ഇപ്പം നമ്മൾ ആ നേരത്ത് പോകുന്നില്ലല്ലോ വാക്കിങ്ങിന്. അങ്ങനെ ഇതാ നമ്മൾ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി, എന്തെല്ലാം ലഞ്ചിന് ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ അടിച്ചു വാരണീൻ്റെ ഇടയിലാണ് പാല് വന്നു എന്നും പറഞ്ഞിട്ട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ചായ വെക്കാനുള്ള പുറപ്പാടിലാണ്. ചായപ്പൊടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ സ്ഥിരം വെക്കുന്ന ആ ശീലങ്ങളൊക്കെ മാറ്റി ഇപ്പൊ കിച്ചണ് ക്ലോസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ആ ഫ്ലവറും കാര്യങ്ങളൊക്കെ അവിടുന്ന് മാറ്റിയിട്ടാണ് കേട്ടോ പോവാറുള്ളത്. അവിടെ തന്നെ വെക്കാറില്ല. ഇനിയിപ്പോൾ വെക്കേഷന് പോകുമ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് എടുത്ത് മാറ്റും. കാരണം ഉമ്മക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. ഞാൻ പിന്നെ വീഡിയോയിൽ ഒരു ഭംഗി വരട്ടെ പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ, അല്ലെങ്കിലൊന്നും വെക്കൂല. വീഡിയോയിൽ കാണുമ്പോൾ ഒരു രസം, അത്രയേ ഉള്ളൂ. അങ്ങനെ ചായപ്പൊടി ഇട്ടു, വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടു. നമ്മുടെ റോസ് പെറ്റലുള്ള ചായപ്പൊടി ഇച്ചിരി ഇടും. അത് കഴിയണമല്ലോ, കാരണം നമ്മുടെ ഈ ഒരു താജ്മഹലിൽ എനിക്ക് തോന്നുന്നു ഈ പൊടിനെക്കാട്ടിലും നമ്മുടെ നോർമൽ പൊടിനെക്കാട്ടിലും വിലയുണ്ട് കേട്ടോ റോസ് പെറ്റൽസ് ഒക്കെ ഉള്ള ചായപ്പൊടിക്ക്. ഈയിടെയായിട്ട് ഇൻസ്റ്റയിൽ ഞാനൊരു ആങ്കറിൻ്റെ റീല് കണ്ടു. രാവിലെ എണിച്ചിട്ട് ചായയിൽ റോസാപ്പൂ, ഫ്രഷ് റോസാപ്പൂവൊക്കെ ഇട്ട് കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ട് ചായ വെച്ച് കുടിച്ചതിൻ്റെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ശരിയാണ്, ഫ്രഷ് റോസാപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാലോ എന്ന് എനിക്ക് തോന്നിയിട്ടാ.
ഇവിടെ പിന്നെ ഇല്ല, അത് വേറെ കാര്യം. ഉള്ളവരങ്ങനെയൊന്നും ചെയ്ത് നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കുള്ള ചായ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കും ചായ കുടിക്കണം, എനിക്കും മോനിക്കും ചായ കുടിക്കണം. പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. കുറേ ആയില്ലേ ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും അയാൻക്ക് ലഞ്ച് കൊടുത്തു വിടണം. ഉണ്ടാക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോശമാവ് ബാക്കിയുണ്ട്. അപ്പോൾ പണിയാരം പോലെ ഒരു സാധനം ഉണ്ടാക്കുക, കാര ചട്നി ഉണ്ടാക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ ഇച്ചിരി ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ചെറുപയർ ഞാൻ ചെറുപയർ എന്തെങ്കിലും കടലയോ എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കും. ദിവസം ഏതെങ്കിലും ഒരു പയറുവർഗ്ഗം കഴിക്കാൻ നല്ലതല്ലേ പറഞ്ഞിട്ട് ഇട്ട് വെക്കും. അങ്ങനെ വലിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും ഒക്കെ ഞാനിവിടെ നിന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പില കൊത്തിയരിഞ്ഞതും കൂടെ വേണം കേട്ടോ. അപ്പോഴാണ് അതിന് ഭയങ്കര ഒരു ഫ്ലേവറൊക്കെ വരിക. അപ്പോൾ ഈ വലിയുള്ളി കഴുകിയെടുക്കലാണ് ഇപ്പോൾ വലിയ ടാസ്ക് ആയിട്ട് തോന്നുന്നത്. കറുത്ത വലിയുള്ളി ശരിക്കും പറഞ്ഞാൽ വല്ല ചകിരിയും സോപ്പൊക്കെ ഇട്ട് കഴുകേണ്ട അവസ്ഥയാണ് കേട്ടോ വലിയുള്ളിക്ക്. അങ്ങനെ നമ്മൾ പാത്രങ്ങൾ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ഞാൻ നമ്മുടെ ചോപ്പർ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അരിഞ്ഞ സമയം കളയണ്ടല്ലോ. എൻ്റെ വീഡിയോ ഞാൻ തന്നെ ഇരുന്ന് കാണുകയാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കാണും. എന്നൊന്നും കാണില്ല, വല്ലപ്പോഴും ഒന്ന് കാണും. ഓക്കെ, എൻ്റെ വീഡിയോ എനിക്ക് കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ബോറടിക്കുന്നുണ്ടോ, അതേപോലെ ആൾക്കാർ ഇത് ഫുള്ളി ഇരുന്ന് കാണുമോ എന്ന് സ്വയം ഒരു വിലയിരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രേക്ഷക എന്ന രീതിയിൽ ഞാൻ ഇടയ്ക്ക് എൻ്റെ വീഡിയോ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ബോറടിക്കുന്നില്ല കേട്ടോ. സ്വയം പൊങ്ങുകയല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിലോട്ട് ഞാൻ നമ്മുടെ ക്യാരറ്റ്, വലിയുള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക് ഒന്നേ ഇട്ടിട്ടുള്ളൂ. ഇപ്രാവശ്യം വാങ്ങിച്ച പച്ചമുളക് ഭയങ്കര എരിവാണ്. അപ്പം ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ. മിക്സിയുടെ ജാറും മിക്സിയൊക്കെ എടുത്ത് ഈ ഒരു ഫുഡ് പ്രോസസ്സർ വെക്കുമ്പോൾ ഒരു എക്സ്ട്രാ സാധനം ഉണ്ട്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലോട്ട് വെക്കാൻ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഇതാവുള്ളൂ. പിന്നെ അതിനെ നമ്മളൊന്ന് അരച്ചല്ല, ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കുഞ്ഞതാക്കിയിട്ട്, മാക്സിമം കുഞ്ഞതാക്കിയിട്ട് തന്നെ എടുക്കണം. എന്നാലേ ഉള്ളൂ. നമ്മളിത് വഴറ്റിയിട്ടല്ല ചേർക്കുന്നത്, പച്ചയ്ക്ക് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ പണിയാരം വേവുമ്പോഴത്തേക്കും ഇതും വെന്ത് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വളരെ നൈസായിട്ട് തന്നെ നമ്മളിത് ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചോപ്പറിൽ ഇത് രണ്ടും ഇട്ടില്ല, ഇത് ഞാൻ കൈകൊണ്ട് തന്നെ മുറിച്ചെടുത്തു കേട്ടോ. അയ്യോ, ശ്വാസം കിട്ടണില്ല ഒറ്റ ശ്വാസത്തിനെ പറഞ്ഞിട്ട്. പിന്നെ ഇന്നലെ നമ്മൾ ആട്ടി വെച്ച ദോശമാവ് ഉണ്ടായിരുന്നു, ഇഡ്ഡലി മാവും പറ്റും. ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചോപ്പ് ചെയ്ത നമ്മുടെ എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും. ദോശമാവിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മല്ലിയില, കറിവേപ്പില കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്തിട്ട്, ഇപ്പം തന്നെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ്, ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഫുഡുകൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഇഡ്ഡലിയിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം കാര ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയുള്ളിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. എപ്പോൾ ഉള്ളി എടുത്താലും ഇതാണ് അവസ്ഥ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഉള്ളിയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറയണേ, എനിക്ക് ചെറിയൊരു സമാധാനത്തിന്. പിന്നെ മിക്സിയുടെ ജാറിൽ 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു വലിയുള്ളിയും. ഇതിന് ശരിക്ക് കാശ്മീരി ചില്ലിയാണ് വേണ്ടത് കേട്ടോ. മുഴുവൻ മുളക് ഉണ്ടാവില്ലേ, വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതാ ചേർക്കണ്ടേ. പക്ഷെ ഞാൻ മുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് ചെറിയൊരു പീസ് പുളിയും കൂടെ ഞാൻ ചേർത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂണ് പഞ്ചസാരയും ചേർത്തിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരിക. താളിക്കാൻ വേണ്ടിയിട്ട് കടുകും അതുപോലെ കറിവേപ്പില, വറ്റൽമുളക്. അതിനുശേഷം നമ്മളിതാ ഈ അരപ്പും കൂടെ ചേർത്തി കൊടുത്തിട്ട് ഇതൊന്ന് എണ്ണ തെളിയണ വരെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ കാര ചട്നി റെഡി കേട്ടോ. ഈ ഊത്തപ്പം, ഇതുപോലെ പണിയാരം, ഇതിൽക്കൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് എണ്ണ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി. ഇത്രയും എണ്ണൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉണ്ണിയപ്പത്തിൽക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ഈ എണ്ണ ഒഴിക്കുക, പക്ഷെ ഇതിൽക്ക് ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റത്തെ ട്രിപ്പിൽ എണ്ണ ഇച്ചിരി കൂടിപ്പോയി. പിന്നെയൊക്കെ ഞാൻ 1 സ്പൂൺ എണ്ണ എല്ലായിടത്തും
ഡ്രോപ്പ് ചെയ്തെടുക്കുക ചെയ്തുള്ളൂ. അതിലും സൂപ്പറായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പണിയാരം ഇതാ നല്ല യെല്ലോയിഷ് കളറ് ആയിട്ടുണ്ട്. ഇതൊന്നും കൂടെ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് വേറെ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റൂ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടെ മൊരിച്ചൊരു ഗോൾഡൻ കളറൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. എനിക്ക് ഉണ്ണിയപ്പം ചട്ടി കണ്ടപ്പോൾ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തോന്നിയിട്ടാ. അയ്യോ, ഇങ്ങനെ ഫുഡ് കഴിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാനും എനിക്ക് സങ്കടം വരുന്നു സത്യമായിട്ടും. അപ്പോൾ ഇതാ നമ്മൾ അന്ന് മേടിച്ച പാത്രമല്ലേ, അതിലാണ് ഇന്ന് ഞാൻ ഇതിൽ ഫസ്റ്റ് സ്വീറ്റ് എന്തെങ്കിലും എടുക്കണം വിചാരിച്ചാണ്. പക്ഷെ കുഴപ്പമില്ല, ഇതെടുത്തു കേട്ടോ. എനിക്ക് പാത്രം ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഓരോ ചട്ടിയിലും ഇങ്ങനെ ഓരോ പ്രാവശ്യം ചുട്ടി എടുക്കുന്നുണ്ട്. മോനിക്ക് ലഞ്ചിൽക്കും ആക്കി കൊടുക്കണം, അവർക്ക് കഴിക്കാനും കൊടുക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ സംഭവം ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു ഫിൽറ്റർ കോഫിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും പറയായിരുന്നു കേട്ടോ ഞാൻ ഉമ്മാനോട് കഴിക്കുമ്പോൾ. അങ്ങനെ ഇതാ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. കുട്ടികൾ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കാര ചട്നി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്ന് ഡ്രൈ ആയി എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതും റെഡി കേട്ടോ. പിന്നെ റെഡിയാവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് ഞാൻ എടുത്തിട്ട് കൊടുത്തു. അയാൻക്ക് പിന്നെ ഈ കാരച്ചട്നിയോട് വലിയ താല്പര്യമൊന്നുമില്ല. റിഹാൻക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൻക്ക് പരിപ്പ് ചാറ്, മുളക് ചട്നി ഇങ്ങനത്തെയൊക്കെയാട്ടോ ഇഷ്ടം. തക്കാളി ചട്നി, തക്കാളി ചേർത്ത സാധനങ്ങൾ വലിയ ഇഷ്ടമല്ല. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ചതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഒരു സ്പൂണ് ഓയിൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ഒറ്റിച്ചെടുത്ത് കഴിഞ്ഞപ്പം നമുക്ക് സൂപ്പറായി കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു അത് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓരോ കുഴിയിലും ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി എടുത്തുകൊണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവും കേട്ടോ. ഇനി വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കുക, അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ റിഹാൻക്കുള്ളത് എടുത്ത് അവൻ്റെ പ്ലേറ്റിലും ചട്നി എടുത്തുകൊണ്ട് അവനക്കും കൊടുത്തു കേട്ടോ. ലഞ്ച് ബോക്സിൽ പിന്നെ അവന് അയൻകുട്ടി ചട്നി വേണ്ട, ഇത് മാത്രം മതി എന്ന് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അത് മാത്രം ആക്കി കൊടുത്തു. പിന്നെ വന്നിട്ടാണ് അവൻ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുക. രാവിലെ അധികം ഫുഡ് വേണ്ട, ഉച്ചയ്ക്കും വലിയ ഇതിൽ കൊണ്ടുപോകുന്നില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ ആള് എന്താ പറയുക, അതും ഇതും ബിസ്ക്കറ്റും ചോറും ദോശയും എല്ലാം കൂടെ ഒരുമിച്ചൊരു കഴിപ്പാണ് കേട്ടോ. പിന്നെ അവൻ്റെ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇതുപോലെ ഒരു ഇതിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വിരിച്ച് വെക്കും, കോണീച്ച വരാണ്ടിരിക്കാനാട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത്. പിന്നെ ഒരു വാഷിംഗ് കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് വാഷിങ്ങിന് ഇടാൻ വിചാരിച്ചിട്ട് എടുത്തു. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഒറ്റ വാഷേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ 2 വാഷ് ചെയ്യണം. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെ എടുത്തിട്ടുണ്ട്. കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അത് വിൻഡ് മില്ലിൽ തന്നെയാണ്. അതെ, ജിനിയുടെ തമിഴ് കേട്ട് ചിരിച്ചു. അയ്യോ, എനിക്ക് തമിഴ് പറയാനൊക്കെ അറിയോ ചോദിച്ചാൽ കുറച്ചറിയാം, എന്നാലും ഇഷ്ടമാണ്, കേൾക്കാനൊക്കെ ഇഷ്ടമാണ്, പറയാനും ഇഷ്ടമൊക്കെ തന്നെയാണ്. എക്സ്പേർട്ട് ഒന്നല്ല. ജിനിയുടെ വീട്ടിൽ പോയി വ്ളോഗ് ചെയ്യാട്ടോ. പക്ഷെ അവിടെ പോയാടോ ഭയങ്കര മടിയാണ്. എനിക്കറിയില്ല, ഭയങ്കര ഒരു മടിയാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ പൊതുവേ എല്ലാറ്റിനും മടിയാണ്. എന്തായാലും 1-2 വ്ളോഗൊക്കെ ഞാൻ ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. ജിനി തമിഴ് നല്ല വെണ്ണം വരുന്നുണ്ടേ. താങ്ക് യു സോ മച്ച് മുത്തയ. കളിയാക്കിയതാണ്, എന്നാലും താങ്ക് യു. ആ ഡ്രസ്സൊന്ന് കാണിക്കുമോന്ന്. വല്ലാത്തൊരു കഷ്ടാണല്ലോ, ആ ഡ്രസ്സൊന്ന് കാണിക്കുമോന്ന്. ആ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടേ ഇനി കാണിക്കുള്ളൂ. നിങ്ങൾ എന്നെ അങ്ങനെ കളിയാക്കണ്ട. ന്യൂ ഇയർ ആവട്ടെ, ന്യൂ ഇയർ ചാലഞ്ച് എടുക്കട്ടെ ഞാൻ. അപ്പോൾ കുറച്ച് PT ചേരാം ജിമ്മില്. അപ്പൊ ഞാൻ കുറച്ച് സീരിയസ് ആവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് സീരിയസ് ആവാൻ പറ്റുള്ളൂ. സോയാബീൻ ബിരിയാണി എന്തായാലും ഉണ്ടാക്കി നോക്കണം, കാരണം അത് അത്രയും ടേസ്റ്റ് ഉണ്ട്. ജിനിയുടെ വ്ളോഗ് എനിക്ക് വലിയ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച് തസ്നി. താങ്ക് യു. ഇതിൽ വോയിസ് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾ അടിപൊളി കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ വോയിസ് റിപ്ലൈ തരാം, കേൾക്കണേ. നമ്മൾ അടുത്തൊന്ന് സംസാരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ് ജിനിക്കുട്ടിയെ. അയ്യോ, എന്നെ കുട്ടീന്നാ. എനിക്ക് 35 വയസ്സാവാനായി. മാർച്ച് വന്ന് എനിക്ക് 35 വയസ്സാണ്. 35 വർഷമൊക്കെ ഞാൻ ജീവിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. ഹാവ് എ നൈസ് ഡേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സുഖാണോ? ഉപ്പയും ഉമ്മയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു. അതായത് നമ്മുടെ
പണിയാരം പ്ലസ് കാരച്ചട്നി. കാണുമ്പോൾ തന്നെ എന്തൊരു മഞ്ചാലേ. എനിക്ക് ഇങ്ങനത്തെ കളർഫുൾ ഫുഡുകൾ ഭയങ്കര ഇഷ്ടാട്ടോ. ഇനി ഇതൊന്ന് കഴിക്കട്ടെ. എരിവ് നല്ലോണം ഉണ്ട്. ഇച്ചിരി നല്ല കാരച്ചട്നി എന്ന് പറഞ്ഞപ്പോ കാരം തന്നെ, എരിവ് എന്നാണ് കേട്ടോ. കാരം എന്ന് പറഞ്ഞാല് അതാണ് അതിന് ആ ഒരു പേര്. അപ്പോ എനിക്ക് തോന്നുന്നു വറ്റൽമുളക് ഇട്ടതാണെങ്കിലേ എരിഞ്ഞ് ഞാൻ ചാടിയിട്ടുണ്ടാവും. അത്ര എരിവ്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത എരിവ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണേ. പിന്നെ ജിനി എപ്പോഴാ വീട്ടിലോട്ട് പോണേ? ഞാൻ ഡിസംബർ എക്സാം കഴിഞ്ഞിട്ട് പണ്ടൊക്കെ ഞാൻ എക്സാം കഴിഞ്ഞ് ഈവനിങ് തന്നെ ഓടുമായിരുന്നു. ഇപ്പൊ 1-2 ദിവസം കഴിയട്ടെ എന്നിട്ടോ പോവാം. എന്തായാലും ഇക്ക ബിസിനസ് ട്രിപ്പിലായിരിക്കും. ഞങ്ങൾ എന്തായാലും ബസ്സിൽ തന്നെ പോകേണ്ടി വരും, ഉറപ്പാ. അപ്പോൾ കഹാനിക്കൊക്കെ പോണ പോലെ അധികം ലഗേജ് ഒന്നും ഇല്ലാണ്ട് അങ്ങ് പോകേണ്ടി വരും ഇപ്രാവശ്യം. പള്ളിയിൽ പോയ കാരണം നോട്ടിഫിക്കേഷൻ കണ്ടില്ല. അയ്യോ, അതൊന്നും കുഴപ്പമില്ല. ആദ്യം പള്ളി, ബാക്കിയൊക്കെ പിന്നെ കേട്ടോ. പിന്നെ കുറെ പേര് ഹായ് സൂപ്പർ ഇങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളിതാ ചായ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ എന്താണ്, ഇന്നലെ FBയിൽ ഞാനൊരു മുളക് വറുത്ത പുളിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ കറി കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതൊക്കെ നമ്മുടെ പാലക്കാടിൻ്റെ ട്രഡീഷണൽ കറികളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു കറി അറിയില്ലായിരുന്നു. ഇവരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ രസത്തിനെയാണ് പറയുന്നതെന്നാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈയിടെയായിട്ട് ഞാനൊരു അമ്മയുടെ ചാനലിൽ ഇത് കണ്ടപ്പം അയ്യോ, ഇതിലോട്ട് ഒരു പൊടികളും ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. ഉണ്ടാക്കിയപ്പം എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. പക്ഷെ അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ആയിട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. അങ്ങനെ FBയിൽ കുറേ സൂപ്പർ ഹാർട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വലിയ വലിയ കമൻസ് ഇട്ടാൽ തന്നെയുള്ളൂ നമുക്ക് റിപ്ലൈയും ഒക്കെ വായിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബ്ലോഗ് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് കമൻ്റ് ഇടണേ. പിന്നെ ഇതാ ഈ ഒരു സെറ്റ് ഇപ്പം അടുത്ത് തുടച്ചതാണ്. എന്നിട്ടും വീണ്ടും ഒരു 2-3 ദിവസം മുന്നേ ഞാൻ നന്നായി തുടച്ചതാ, വീണ്ടും ആയിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡെയിലി തുടക്കേണ്ട സംഭവങ്ങളാണ് എന്ന് ആരെങ്കിലും ഇപ്പൊ പറയുന്നാവോ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്നും അതും കറണ്ടിലുള്ള സാധനങ്ങളാണ് എല്ലാം. അപ്പൊ നമുക്ക് ഭയങ്കര പേടിയാണ്. എന്നിട്ട് ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെയാണ് തുടച്ചത് കേട്ടോ. അങ്ങനെ ഇതാ വേഗം ഞാൻ അടിച്ചു വാരി എടുക്കുന്നുണ്ട് എല്ലാവിടെയും നിന്ന്. മുടി നല്ല കൊഴിച്ചിലുണ്ട്. അതിൻ്റെയാണ് ഭയങ്കര സങ്കടം എനിക്ക് മുടി കൊഴിയുമ്പോൾ. അയ്യോ, അത് ഒന്നാമത് ഈ ഒരു ഇതിൻ്റെ ആയിരിക്കും, കാറ്റിൻ്റെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ FBയിൽ ഹരിത ബിനു സൂപ്പർ വീഡിയോ ഇത്ത. കിച്ചൺ ക്ലീൻ ആയി, അല്ലെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നും. പിന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിച്ചണിൽ ജോലി ചെയ്യാൻ. അതെ, കിച്ചൺ മൊഷിന് കഴിഞ്ഞാണല്ലോ നമുക്ക് അവിടെ നിൽക്കാനേ തോന്നൂല അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് നെക്സ്റ്റ് ഒരു 2-3 ദിവസം കുക്കിംഗ് ഇച്ചിരി കുറച്ചാലും കുഴപ്പമില്ല, കിച്ചണൊന്ന് ക്ലീനായി കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മൾ വേഗം അതിലോട്ട് പോകുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ്. എന്നാലും ഉണ്ടാവും കറി ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. ഒട്ടും ആദ്യം എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റാണ്ട് ആയ സമയത്ത് ചില സമയത്ത് ആ ഒരു ടൈമിൽ മേടിക്കുക കേട്ടോ ചെയ്യാറുള്ളത് ഫുഡ്. പിന്നെ എനിക്ക് തോന്നി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തലേ ദിവസം ഇച്ചിരി കറി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഉപ്പേരിയും കറി ഇച്ചിരി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചോറ് മാത്രം പിന്നെ നമ്മൾ എന്നും വെക്കണതല്ലേ. ഇനി ഫിഷൊക്കെ കിട്ടിയ മസാല കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതും റെഡിയാവും. അങ്ങനെ നമ്മൾ വേഗത ഇവിടേക്ക് ഇന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് പരിപാടി എന്ന് നോക്കാട്ടോ. എന്താ പറയാ, ലഞ്ച് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇന്ന് സിമ്പിൾ ഒരു ലഞ്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം ഇതുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ കൊള്ളുപുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അപ്പം അത് ഉപ്പേരി ഉണ്ടാക്കുക. പിന്നെ മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്, മീൻ വറുക്കുക. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും കോമ്പിനേഷൻ ആയിട്ടുള്ള കറി എന്താ? മോര് കറി. അപ്പോൾ മോര് കറി, അതും തേങ്ങ അരക്കാത്ത മോര് കറി തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ തേങ്ങ മേടിക്കുക തന്നെയാണ് ചെയ്യണത്. ആള് കിട്ടാണ്ടായപ്പോൾ നോക്കി ഇന്ന് ആള് വന്ന്
തേങ്ങ ഇട്ടു. അത് കാരണം ഇനിയിപ്പോൾ കുറച്ച് കാലത്തിന് പ്രശ്നമല്ല കേട്ടോ. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ലാവിഷായിരിക്കും. അല്ലെങ്കിൽ ലാവിഷൊക്കെ തന്നെയാണ്. ഞാൻ മാക്സിമം ഞാനായിട്ട് അങ്ങോട്ട് കമ്മിയാക്കുക ചെയ്യാം കേട്ടോ. ഇന്ന് തേങ്ങ വേണ്ട എന്ന് വിചാരിക്കണ ഒരു ഡേയിൽ അങ്ങനെ കമ്മിയാവും. പിന്നെ എത്ര കാറ്റുണ്ടെങ്കിലും എനിക്ക് ജനൽ തുറന്നിടാണ്ട് ആ ഒരു ഭാഗത്ത് നിൽക്കാനേ വെക്കൂല, പ്രത്യേകിച്ച് കിച്ചണിൽ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഭാഗത്തും ജനലും തുറന്നിടും. ഉമ്മ എന്നിട്ട് വന്ന് ചോദിച്ചു, ഇത്രയും കാറ്റിന് എന്തിനാണ് ഈ ജനലൊക്കെ തുറന്നിടുന്നതെന്ന്. അതായത് ഈ സൈഡത്തെ ജനലൊക്കെ ഞാൻ തുറന്നിടും. എനിക്കെന്തോ ജനൽ തുറക്കാണ്ട് കിച്ചണിൽ നിൽക്കാൻ വയ്ക്കൂല. ആദ്യമൊക്കെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ജനലില്ലേ, അത് തുറന്ന് ഇടാറുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഗ്യാസിൻ്റെ അവിടെയുള്ള 3 ജനലാണ് തുറന്നിടാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി, എനിക്ക് വെളിച്ചം നന്നായി വേണം തോന്നിയപ്പോൾ അങ്ങനെ തുറന്നിട്ട് അതിപ്പോൾ ശീലമായിട്ടോ. അങ്ങനെ നമ്മുടെ പഴയ ചാക്കിലത്തെ അരി ഇതാ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ചാക്കിൽ ഓപ്പൺ ആക്കണം. ഇവിടെ ഏറ്റവും കുറവ് ചിലവുള്ളത് അരിക്കായിരിക്കും കേട്ടോ. എന്നോട് ഏത് അരിയാണ് ഇത്ത യൂസ് ചെയ്യണത് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്, പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മളിതാ KSS പറഞ്ഞിട്ടുള്ള പൊന്നി അരിയാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതിന് എനിക്ക് തോന്നുന്നു 1 kgക്ക് 72-78 അങ്ങനെ എന്തോ ആണ് തോന്നുന്നു റേറ്റ്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അരിക്ക്. അങ്ങനെ നമ്മളിതാ വേഗം നെക്സ്റ്റ് ചാക്ക് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. തിരിച്ചിട്ടിട്ട് ഇവിടെ അങ്ങനെ ഒരു നൂല് കൊണ്ട് വലിച്ചാൽ അങ്ങനെ ഓപ്പൺ ആവും. പക്ഷെ അതെനിക്ക് കിട്ടൂല. ഞാനിങ്ങനെ ആ നൂലിനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ചെയ്യുക. നല്ല ചാക്കാണ്. ഞാൻ ചാക്ക് പിന്നെ എടുത്ത് വെക്കുക, എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചാക്ക് എടുത്ത് വെക്കുന്നത്. അങ്ങനെ ഇതിന്ന് നമ്മൾ അരി എടുത്തിട്ടുണ്ട്, അതെല്ലാം കൊണ്ടുപോയിട്ടു. ഇപ്പൊ ഇഡ്ഡലിക്ക് അധികം ആട്ടാത്തോണ്ടാണ് നമ്മുടെ അരി വേഗം കഴിയാത്തത്. അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലിക്ക് ആട്ടുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം ആട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ 4-5 നാഴിയൊക്കെ അരി എടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അധികം അങ്ങോട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നില്ലല്ലോ. ഉപ്പാക്ക് ഇങ്ങനെ പലഹാരങ്ങളിലോടാണ് ഇപ്പോൾ വലിയ താല്പര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇഡ്ഡലി ദോശ കുറച്ച് കമ്മി. ദോശ പിന്നെ ഇഷ്ടമാണ്, ക്രിസ്പി ദോശയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ വേഗം നമ്മൾ ചോറ് വെക്കാനുള്ള അരിയൊക്കെ കഴുകി അതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് സമയം ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോ. ഇന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 11:45 ഒക്കെ ആകുമ്പോഴത്തേക്കും പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ചെറുപയർ കുക്കറിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വേവിക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയറും റെഡി കേട്ടോ. ഇനി എന്താണ്, മോര് കറിക്ക് വേണ്ടിയിട്ട് വലിയുള്ളി, പച്ചമുളക്, പിന്നെ വറ്റൽമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. എനിക്കിപ്പോൾ ഏറ്റവും ക്രേസി ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാല മൂവീസ് ഓണാക്കിയിട്ട് നമ്മൾ കിച്ചണിൽ ഓരോ വർക്ക് ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ബ്ലോഗ് ഓണാക്കിയിട്ട് വർക്ക് ചെയ്യും. ഞാൻ മൂവീസാണ് കേട്ടോ അധികം കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എൻ്റെ വ്ളോഗ് കാണാതിരിക്കരുത് കേട്ടോ. കാണുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്യാൻ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളത്. നിങ്ങൾ കാണാണ്ടായാൽ പിന്നെ നമ്മൾ നിർത്തും. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ കൊണ്ടുപോകണത് എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പോൾ നിർത്തും. ചിലപ്പോൾ വ്ളോഗൊക്കെ നിർത്തി വെറും റെസിപ്പികൾ മാത്രം ആഡ് ചെയ്യും. ചിലപ്പോൾ ഷോർട്ട് വീഡിയോസ് മാത്രം ചെയ്യാൻ തുടങ്ങും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമായിരിക്കും. അങ്ങനെ മൺചട്ടി വെച്ച് കൊടുത്ത് എപ്പോഴും എന്നോട് ചോദിക്കുന്നത് ഈ ചട്ടി എങ്ങനെയാണ് ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. നന്നായിട്ട് കഴുകുക, എണ്ണ പുരട്ടി വെക്കുക, സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മോരിക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വഴറ്റുകയാണ്. ഉലുവയും കടുകും ഇട്ട് കൊടുത്തു, വലിയ ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്. ഇനി ഇതൊന്ന് വഴണ്ട് വന്ന ശേഷം പച്ചമുളക് മാറിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൽ മാറാൻ ഒന്ന് തിളപ്പിച്ചോട്ടോ. അതിനുശേഷം നമ്മുടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത കട്ട തൈരാണ് ഇത്. ഇതിലോട്ട് ഒഴിക്കുക. വെള്ളം എത്ര വേണം അതിനനുസരിച്ച് ബാക്കിയുള്ളത് ഒഴിക്കുക. തിളപ്പിച്ച ആറിയ വെള്ളം ഒഴിച്ചാൽ നല്ലത്, കാരണം നമ്മളിത് തിളപ്പിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അടച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കി വെക്കുകയാണ്. നമ്മുടെ മോര് കറി റെഡി. ചൂടായ ഈ ഒരു ചട്ടിയിൽ നിന്ന് ഞാൻ മാറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകുള്ളൂ. നമ്മൾ തേങ്ങ അരച്ച് കണ്ട് ഒഴിക്കുന്ന കറി തിളപ്പിക്കാറുണ്ട്. ഇത് ഞാൻ തിളപ്പിക്കാറില്ല, തിളപ്പിച്ചാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അങ്ങനെ മോര് കറി റെഡി ആയിട്ടുണ്ട്, അടച്ച് വയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിട്ട് മീൻ പൊരിക്കാനായി ഈ സ്റ്റൗവ് തുടച്ച് മിനിക്കുന്നത് ഞാനിപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് നല്ല മസാല കൂട്ടി വെച്ച് നമ്മുടെ മീനുണ്ട്, ചെമ്പല്ലിയാണ്,
അതിനിതാ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതുപോലെ തുടയ്ക്കാനുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്തായാലും തുടയ്ക്കണം. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ചില ആൾക്കാർ വെള്ളിയാഴ്ചയുടെ ആ ഒരു വീക്കിൽ എന്ത് ചെയ്യും, വ്യാഴാഴ്ച തന്നെ ഫുള്ള് മാറാല തട്ടി സിറ്റ് ഔട്ടൊക്കെ കഴുകി അങ്ങനെ തുടച്ച് ആക്കുന്നു, എന്നിട്ട് പിന്നെ വെള്ളിയാഴ്ച തുടക്കൂല. അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെയൊക്കെ ആ ഒരു ഏരിയയിൽ വെള്ളിയാഴ്ച എന്തായാലും നന്നായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കും കേട്ടോ. അതൊരു സ്പെഷ്യൽ ഡേ ആണ്. അതേപോലെ വെള്ളിയാഴ്ച ബിരിയാണി വെക്കുന്ന ആൾക്കാരും ഉണ്ട്. പള്ളിയൊക്കെ പിരിഞ്ഞു വന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് അതൊരു റാഹത്താണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ പിന്നെ ഞായറാഴ്ചയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്, സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ വേഗം ഇവിടേക്ക് വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുഡ് സെർവ് ചെയ്യണതും എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക. ഇത്രയും സമയമായിട്ട് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ മീനൊക്കെ പൊരിച്ച് എല്ലാം സെറ്റായി ഞാൻ വാതിലും ജനലും ഒക്കെ അടച്ചു വെച്ചിട്ടേ ഉള്ളൂ അടുക്കളയിൽ നിന്ന് പോകാൻ പറ്റുക. അല്ലെങ്കിൽ പൂച്ചക്കുട്ടന്മാർ വന്നിട്ട് ഫുള്ള് കാലിയാക്കും. ഞാനും മീൻ മുള്ളുകൊണ്ട് ഇറങ്ങുമ്പത്തിന് എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടി വരും കേട്ടോ. ഭയങ്കര ഇതാണ്, കരഞ്ഞുകൊണ്ട്. ഇന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയത് കൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. അപ്പൊ ഞാൻ കുറച്ചൊന്ന് മാറി നിൽക്ക്, ഞാനൊന്ന് നടന്ന് അവിടെ എത്തിയിട്ട് നിനക്ക് ഇട്ടുതരാന്നൊക്കെ പറഞ്ഞു അതിൻ്റെ അടുത്ത്. പക്ഷെ എവിടെ എന്നെ ഒട്ടി ഒട്ടി വരിക. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ പൂച്ചനോടൊക്കെ നന്നായി സംസാരിക്കും, മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ സംസാരിക്കും കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ആരെങ്കിലും കേട്ടതൊന്ന് ചിരിക്കും ചെയ്യും. അതൊരു രസമല്ലേ അല്ലേ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചെറുപയറൊന്ന് താളിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇന്നലത്തെ നമ്മുടെ മുളക് വറുത്ത പുളി ഒന്ന് എന്താണ് ചൂടാക്കി വെക്കുന്നുണ്ട്. ചോറൊന്ന് തിളപ്പിച്ചൂറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ നമ്മുടെ ചെറുപയർ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ മുളക് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ കാണിച്ചതാണ്. കാണാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. തലേദിവസം കുതിർത്തിയ നമ്മുടെ മുതിരയിലോട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഈ സമയം കൊണ്ട്. അപ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തോട്ടോ. പിന്നെ 2 വിസിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയ ശേഷം ഓപ്പൺ ആക്കുക. ഇങ്ങനെ ആയി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലോട്ട് നമുക്ക് മീൻകറിക്കൊക്കെ വേണ്ട ആ ഒരു പുളി ഒഴിച്ചു കൊടുക്കുക. തേങ്ങ ഒഴിക്കുമ്പോൾ അത് പിന്നെ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ വെറും തേങ്ങ അരച്ചതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്തി കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി അവിടെ വെക്കുന്നുണ്ട്. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ് ഞാൻ. പിന്നെ തേങ്ങ അരച്ചതും കൂടി ചേർത്തി കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കടുക് വറുത്തെടുക്കുന്നത് കടുകും ചെറിയ ജീരകവും ചെറിയുള്ളി, വെളുത്തുള്ളി, മറ്റൽ മുളക്, കറിവേപ്പില കേട്ടോ. ഇത്രയും ഐറ്റംസ് ഇട്ടിട്ടാണ് നമ്മളിത് താളിച്ചെടുക്കുന്നത്. അപ്പം അതൊക്കെ ഇട്ടിട്ടൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തന്നെ അടച്ചു വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോഴാണ് അതിൻ്റെ ഒരു മണം അവിടെ തന്നെ നിൽക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ചെറുപയറും തൈരും മോരുകറിയും പിന്നെ കൊള്ളുപുളിയും പിന്നെ പ്ലേറ്റും മീനും. അച്ചാറൊന്നും എടുത്തില്ല, അല്ലെങ്കിൽ അച്ചാർ തീറ്റ ഭയങ്കര കൂടിയിട്ടുണ്ട്. ഒന്ന് കൺട്രോൾ ചെയ്യണം. അച്ചാറ് നമ്മുടെ കണ്ണിമാങ്ങയും കട്ട്മാങ്കോ ഒക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് എടുത്തില്ല കേട്ടോ. ഞാൻ പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചു. അയാൻകുട്ടി വൈകുന്നേരം എക്സാം കഴിഞ്ഞിട്ട് വരുള്ളൂ. റിഹാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ചുടുചുടാ നമ്മുടെ പൊന്നിയ റൈസ് ഉണ്ട്. ഒരു ഭാഗത്ത് ഞാൻ നമ്മുടെ ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കൊള്ളുപുളി ഇതുപോലെ ഒരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം മീൻ വറുത്തതും മോരുകറിയും സാലഡും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉപ്പ പള്ളിയൊക്കെ പിരിഞ്ഞു വന്നിട്ട് ഇവന് എത്തുമ്പോഴേക്കും സമയമായി പോയിട്ട്, അതുകൊണ്ട് അവനക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.